കൂട്ടുകാർ ഒത്തൊരുമിച്ചൊരു സിനിമ ചെയ്തപ്പോൾ അതിനു മുൻപിൽ തടസ്സം നിൽക്കാൻ ഒന്നിനും സാധിച്ചില്ല. IFFKയിൽ ചലച്ചിത്ര പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന സിനിമ ഐഫോണിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ് കുറച്ച് ഭീകരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഐഫോണിൽ ഷൂട്ട് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ ആ ക്രൈസിസിനെ ഒന്ന് ഒരു പരിധിവരെ തരണം ചെയ്യാൻ പറ്റി. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ക്ലൈമറ്റ് അത്ര അനുകൂലമായിരുന്നില്ല. അതേപോലെ ഇപ്പം ഞാൻ പോണ്ടിച്ചേരിയിൽ PG ചെയ്യാണ്. അപ്പോൾ എനിക്ക് അക്കാദമിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പം എൻ്റെ ഇതിൽ ലീഡ് ചെയ്തിട്ടുള്ള ആൾ ഇതേപോലെ പോണ്ടിച്ചേരിയിൽ എൻ്റെ ഒപ്പം പഠിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഷൂട്ടിങ് വേഗം പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആവശ്യകതയും കൂടി ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഐഫോണിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ആണ് ഐഫോണിൽ ഷൂട്ട് ചെയ്യാനുള്ള കാരണം. വിദ്യാർത്ഥികളായിരുന്ന കാലം തൊട്ട് തന്നെ IFFKയിൽ പങ്കെടുക്കുകയും അവിടുന്ന് ലഭിച്ച സിനിമ അനുഭവങ്ങളുമാണ് സിനിമ നിർമ്മിക്കുവാൻ ഇവർക്ക് പ്രചോദനമായത്. കഴിഞ്ഞ തവണത്തെ ചലച്ചിത്രമേളയിൽ ചർച്ചയായ നീലമുടിയൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ശരത് കുമാറാണ് കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും. ആക്ച്വലി നമ്മൾ ക്യൂപ്പിഡ് സോ ദ സ്റ്റാറിൻ്റെ പോസ്റ്ററിൽ ദ മേക്കേഴ്സ് ഓഫ് നീലമുടി എന്ന് വെക്കുമ്പോൾ ആളുകൾ കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നു. കാരണം നമ്മുടെ മുൻപ് നടന്ന സിനിമ കണ്ട ആളുകൾക്ക് ഇതൊരു പുതിയ സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള തോന്നലാണ് എല്ലാവരും ഈ സിനിമയ്ക്ക് എത്തിയിട്ടുള്ളത്. സാമ്പത്തിക ലാഭത്തിനും വരുമാനത്തിനും അപ്പുറം കലയോടുള്ള ഇഷ്ടമാണ് സിനിമ ചെയ്യുന്നതിന് ഇവരെ പ്രചോദിപ്പിക്കുന്ന ഘടകം. കൂടുതൽ വിശാലമായ ക്യാൻവാസിൽ ഇനിയും മികച്ച ചിത്രങ്ങൾ ചെയ്യണമെന്നാണ് ഇവരുടെ ആഗ്രഹം. നമ്മുടെ പ്രധാന ആഗ്രഹം വലിയ സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്കുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം ചെറിയ സിനിമകളിലേക്ക് നമ്മുടെ ഫോക്കസ് മാറ്റുന്നത്. ഭാവിയിൽ വലിയ സിനിമകൾ ചെയ്യാൻ ആരെങ്കിലും നമ്മളെ സഹായിക്കണം എന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ചലച്ചിത്ര പ്രേമികളുടെ വലിയ തിരക്കാണ് കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന സിനിമ കാണാനായി IFFKയിൽ അനുഭവപ്പെടുന്നത്. മലയാള സിനിമാ ലോകത്ത് ഇനിയും ഇതുപോലെ പുതിയ സിനിമകൾ നിർമ്മിക്കപ്പെടാനുള്ള പ്രചോദനത്തിന്റെ വേദി കൂടിയാവുകയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. IFFK വേദിയിൽ നിന്നും നവജിത്തെ, കൈരളി ന്യൂസ് ഓൺലൈൻ.